ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഗിയർ വയറും ജാസ്മിൻ ബഡ്സും വെച്ചിട്ടുള്ള നമ്മളൊരു ഹെയർ വൈനാണ് കേട്ടോ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള ഹെയർ വൈൻ എന്ന് പറയുന്നത് 5 mmൻ്റേതാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഈ ഒരു ഹെയർ വൈന് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഒരു 18 ഇഞ്ചൊക്കെ വരും കേട്ടോ. അത് നമുക്ക് ഹെയർ ബ്രൂച്ചിനേക്കാളും നല്ല ലെങ്തിൽ ചെയ്യുന്നതാണ് ഹെയർ വൈന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഹെയറിൽ ഫിക്സ് ചെയ്യാനുള്ള ആ ഒരു ഹോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു അറ്റം വളച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചുറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ഗിയർ വയറിൻ്റെ ഈ ഒരു കമ്പിയിലാണ് കേട്ടോ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ഒരു ബഡ്സ് ഇതേപോലെ ആ ഒരു ഹോളിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് നീക്കിയിട്ട് ഇതേപോലെ നന്നായിട്ട് മുറുക്കെ പിടിച്ചു കൊടുക്കുക. മറ്റൊരു ഗിയർ വയർ എടുത്തതിന് ശേഷം അതിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക. എന്നാലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഊരി ഇതിൽ നിന്ന് ഇളകി പോവാത്ത രീതിയിൽ നന്നായിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയുള്ളൂ. നന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ആ ആ ഗ്രീൻ ടേപ്പ് ചുറ്റിയിരിക്കുന്നതിൻ്റെ താഴെ വേണം നമുക്ക് അടുത്ത ബഡ്സ് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് കൂടിയിരിക്കും മാതിരി തോന്നും. അപ്പോൾ കുറച്ച് താഴെയായിട്ട് വേണം നമ്മൾ അടുത്ത ബഡ്സ് വെച്ച് കൊടുക്കാനായിട്ട്. ഇതേപോലെ നമ്മൾ ആദ്യമേ എടുത്തിട്ടുള്ള ആ ഒരു ഗിയർ വയറിൽ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം മുകളിൽ വെച്ചിട്ടുള്ള ആ ഗിയർ വയർ എടുത്തിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഗിയർ വയർ ഒരുപാട് ലെങ്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചുറ്റി കൊടുക്കുമ്പോൾ തീരുവാണെങ്കിൽ അടുത്ത ഒരെണ്ണം മുറിച്ചെടുത്തിട്ട് ഇതേപോലെ ചുറ്റി കൊടുത്താൽ മതി. അപ്പം ഹെയർ ബ്രൂച്ചിനെ അപേക്ഷിച്ച് ഹെയർ വൈന് അത്യാവശ്യം നല്ല ലെങ്തിൽ തന്നെ നമ്മൾ ചെയ്യണം. എന്താ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഒരു ബഡ്സ് വെച്ച് കൊടുക്കുക. പിന്നീട് 2 ബഡ്സ് അങ്ങനെയാണ് നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് സെയിൽ ചെയ്യാനും അല്ലാണ്ട് നമുക്ക് തന്നെ തലയിൽ വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ആക്സസറീസാണിത്. നമുക്ക് തലമുടിയൊക്കെ പിന്നിയിട്ടതിന് ശേഷം പിന്നലിൽ ഇങ്ങനെ നമ്മൾ മുല്ലപ്പൂ ചുറ്റുന്നത് പോലെ ചുറ്റി വെച്ച് കൊടുക്കുന്ന ഒരു രീതിക്കാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിന് അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ വേണം. ഇവിടെ എടുത്തിട്ടുള്ള ഒരു ലെങ്ത് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ടീനേജേഴ്സ് മുതൽ വലിയവർക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിന് ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട്. പിന്നെ കുറച്ച് ഹെയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നമുക്ക് അത്യാവശ്യം നല്ലൊരു റേറ്റിന് തന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഹെയർ ബ്രൂച്ചും ഹെയർ വൈനൊക്കെ ചെയ്യുന്നത് അത്യാവശ്യം നല്ല റേറ്റിന് തന്നെയാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് തന്നെ വെക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. മുല്ലപ്പൂവിന് പകരം ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ ഈ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ മുഴുവനായിട്ടും ചെയ്തു പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. ഇതേപോലത്തെ ഓണർ റിലേറ്റഡ് വീഡിയോസും പിന്നെ അല്ലാണ്ട് തന്നെ ഹെയർ ആക്സസറീസിൻ്റെ ബീഡ്സ് വെച്ചിട്ടുള്ള വീഡിയോസും ഒക്കെ ധാരാളം ഞാൻ മേക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൂടാണ്ട് തന്നെ ഇതേപോലെ വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം, എന്നാൽ മുതൽ മുടക്കാനോ പൈസയോ അങ്ങനെയൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരെയൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ഫാമിലിയിലോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വലിയ മുതൽ മുടക്കമൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഇങ്ങനെ തന്നെ മുഴുവനായിട്ടും ചെയ്തു പോവുകയാണ് കേട്ടോ. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ സെയിൽ ചെയ്യാനുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഒന്നല്ലാണ്ട് ഒരു 5-6 എണ്ണമൊക്കെ ചെയ്തുകൊണ്ട് പോവുക. ഒരു പീസായിട്ട് മാത്രം കൊണ്ടുപോകാണ്ട് ഉണ്ടാക്കുന്നത് കുറഞ്ഞത് ഒരു 5 പീസെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ട് പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ കൊണ്ട് കാണിക്കുക. അപ്പം അത്യാവശ്യം നല്ല സെയിലൊക്കെ കിട്ടും ഈ ഒരു ഓണ സമയത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കാരണം എൻഡ് റിസൾട്ട് അടിപൊളിയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായോ ഇഷ്ടമായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. അപ്പം നമുക്ക്